ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കോട്ടപ്പാറ ഹിൽ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒക്കെ ഒന്ന് കാണാം. ഹലോ ഗൈസ്, നമ്മളിത് രാവിലെ വന്നപ്പോൾ എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത്. രാവിലെ വന്നപ്പോൾ വെട്ടം കുറവായതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വണ്ണപ്പുറം ടൗണാണ് കേട്ടോ. വണ്ണപ്പുറം ടൗണിൽ ലൈറ്റൊക്കെ കിടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പിന്നെ എന്നും കാണുന്ന പോലെയുള്ള മഞ്ഞോ കാര്യങ്ങളൊന്നും ഇന്നില്ല. ഇന്ന് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ മഞ്ഞുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇന്ന് മഞ്ഞില്ല. എന്താണെന്ന് നമ്മൾ എടുക്കുന്നത് നല്ല മഞ്ഞുള്ള കാലാവസ്ഥയായിരുന്നു. എന്തോ ഇന്ന് ഭാഗ്യവശാൽ അതൊന്നും നടന്നില്ല. ഇനി ഒരു നമ്മളൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നതൊക്കെ എറണാകുളം, മലപ്പുറം, തൃശ്ശൂർ അങ്ങ് ദൂരെ നിന്ന് ആൾക്കാർ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. ഒത്തിരി ആൾക്കാരുണ്ട്. അന്ന് മലയുടെ സൈഡിലൊക്കെ ഇഷ്ടംപടി ആൾക്കാരുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട് വ്യൂ കാണാനായിട്ട്. അവരെല്ലാം നിരാശപ്പെട്ടുകൊണ്ട് ഇന്ന് മഞ്ഞ് അത്ര ഇല്ലായിരുന്നു. എന്താണ് നല്ല മനോഹരമായ ദൃശ്യങ്ങൾ തന്നെ. രാവിലെ കാണുമ്പോൾ നല്ല മനോഹരമായ ദൃശ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. താഴെ നല്ല മതിയായ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങ് ദൂരെ വണ്ണപ്പുറം, തൊടുപുഴ ഏരിയയൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ നല്ല നല്ല ദൃശ്യങ്ങളൊക്കെയാണ്. ഹലോ ഗൈസ്, നമ്മുടെ ചേട്ടൻ്റെ ബ്രോയാണ് കേട്ടോ കാണുന്നത്. ഇത് ഇർഫാനാണ്. ഇത് നമ്മുടെ കുഞ്ഞേട്ടോ. കുഞ്ഞ് ഞങ്ങളെല്ലാം കൂടി കോട്ടപ്പാറ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കോട്ടപ്പാറയിലാണ്. ഇനി കോട്ടപ്പാറയുടെ ഒരു വ്യൂ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് താഴത്തേക്കുള്ള വ്യൂ. ഇതാണ് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ കൂടെ വന്നെങ്കിലേ ഇതിൻ്റെ ഒരു സെറ്റപ്പ് അറിയാൻ പറ്റത്തുള്ളൂ. ഉണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ്. ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ, നമ്മൾ ആദ്യം വന്നത് കാണുന്ന മലയിലാണ്. അവിടെ ഒത്തിരി ആളുകൾ ഇപ്പം കേട്ടോ. ഹലോ ഗൈസ്, ഇന്ന് മഞ്ഞൊക്കെ തീരെ കുറവായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ തൊടുപുഴ വന്നിട്ട്, തൊടുപുഴയിൽ നിന്ന് വരുവാണെങ്കിൽ വണ്ണപ്പുറം ഒരു 5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മുള്ളിരിങ്ങാട് പോണ റൂട്ടിൽ വന്നു കഴിഞ്ഞാലാണ് ഈ കോട്ടപ്പാറ വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഒത്തിരി ജനങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ബ്രോ അവിടെ മാറി നിന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്ക് ഒരു ചാനലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഇതിലിട്ടേക്കാം കേട്ടോ. അടിപൊളി ഒരു യൂട്യൂബറാണ്. നമ്മുടെ ഇർഫാൻ ബ്രോ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ. പുള്ളി ഭയങ്കര ഒരു ഗൗരവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനിയിപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ഉടനെ ഇടുന്നതായിരിക്കും. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. ആളുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. ആളുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ് കണ്ടോ. നിങ്ങളൊന്ന് നോക്കിയാൽ എന്ത് വ്യൂ ആണെന്ന് നോക്കിയാൽ. അടിപൊളി വ്യൂ ആണ്. ഇന്ന് മഞ്ഞില്ലാത്തതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് കടൽ പോലെ കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തൊട്ട് താഴെ, ഈ വ്യൂവിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. എല്ലാവരും വരിക, ഇവിടെ എൻജോയ് ചെയ്യുക. കണ്ടോ, ഇതൊക്കെ ജനങ്ങൾ വന്നിട്ട്, ആളുകളെല്ലാം വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ രാവിലെ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറവാണ്. ഇന്ന്
അമ്പലത്തിൽ ആളുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇന്ന് ഒത്തിരി ആളുകളുണ്ട്. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മഞ്ഞ് ഇച്ചിരി കുറവാണ്. അതൊരു മാത്രമാണ് ഇന്നൊരു കുഴപ്പമുള്ളത്. ഹലോ ഗൈസ്, നിങ്ങളിവിടെ വരുവാണെങ്കിൽ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നല്ല മരങ്ങളും ഒത്തിരി ചെടികളും ഒത്തിരി പുല്ലും മേടും ഒക്കെ കയറി ഇങ്ങനെ പോകാവുന്ന നല്ലൊരു സ്ഥലങ്ങളാണ് കേട്ടോ. കണ്ടോ, രാവിലെ തന്നെ ആളുകളൊക്കെ വന്നിരിപ്പുണ്ട്. കണ്ടോ, ഇവരെല്ലാം വ്യൂ കാണാൻ വേണ്ടിയിട്ട് രാവിലെ വന്നവരാണ്. അങ്ങ് ദൂരെ നിന്നൊക്കെ വന്നവരൊക്കെയാണ് കേട്ടോ. എല്ലാവരും ദൂരെ നിന്നൊക്കെ വന്നവരാണ്. ഏകദേശം ഒരു 5 മണി, രാവിലെ ഒരു 5 മണി ആ സമയത്തൂടെ വന്നെങ്കിലാണ് നമുക്ക് വ്യൂ ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ വരാൻ നോക്കുക. ഒരു 5 മണിയോടുകൂടെ ഇവിടെ വന്നെങ്കിലാണ് നമുക്ക് ഇതിൻ്റെ ഫുൾ വ്യൂ, നമുക്ക് രാവിലത്തെ ഒരു വ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ബ്രോ, നമ്മളെല്ലാം കൂടി അടുത്തൊരു വ്യൂ കാണാൻ വേണ്ടി പോവാണ്. അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ആ ബ്രോ അതൊക്കെ എടുക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രോ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പാറയൊക്കെ കയറി നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എല്ലാവരും വരണം. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മുടെ കുഞ്ഞു ബ്രോയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമുക്ക് അടുത്തൊരു വ്യൂ കാണിച്ചു തരാം. സൂപ്പർ വ്യൂ ആണ് കേട്ടോ. നല്ല കാറ്റാണ്, നല്ല സൂപ്പർ കാറ്റാണ്. നല്ല സൂപ്പർ കാറ്റാണ്. സ്ഥലം അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ കാറ്റും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ബ്രോ ഉണ്ട്, കൂടെ ഉണ്ട്, ബ്രോ ഉണ്ട്. ആളുകളൊക്കെ വന്നും പോയൊക്കെ നിൽക്കുവാണ്. ഹലോ ഗേസ്, കണ്ടോ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി കാറ്റാണ്. കണ്ടോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടപ്പാറയിൽ തന്നെയാണ്. നല്ല കാറ്റാണ് കേട്ടോ. കണ്ടോ, അടിപൊളി കാറ്റാണ്. നല്ല കാറ്റാണ് ഇവിടെ വീശുന്നത്. നല്ല രാവിലെ സമയം 6:45 7 മണിയോട് അടുത്താവുന്നതേ ഉള്ളൂ കേട്ടോ. സമയം നേരം വെളുത്ത് വന്നിട്ടേ ഉള്ളൂ. ഹലോ ഗേസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ട ഒരു ഒരു കല്ലിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരു മരം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കണ്ടോ, അതിൻ്റെ ഒരു കായാണ് കേട്ടോ. ഇപ്പോൾ ഒരിടത്തും കാണാനൊന്നും കിട്ടാത്ത ഒരു സ്ഥലം കായാണ്. അത് ഇരുപുളുങ്ക എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ ബ്രോക്ക് കൊടുക്കുവാണിത്. അവരത് പൊട്ടിച്ച് എന്താണെന്ന് നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബ്രോ അത് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടോ, നമ്മുടെ ബ്രോ പൊട്ടിച്ചിട്ട് അതൊന്നും പൊട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര ഒരു കായാണ്. നിങ്ങളെ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിലെ കായും അതിൻ്റെ ഉള്ളിൽ കുറച്ച് കായും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിലിപ്പോ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എവിടെയുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലെ ഒരു നല്ല പ്രകൃതിയൊക്കെയുള്ള സ്ഥലത്ത് നമ്മുടെ ബ്രോ ഇതിനെ കുറിച്ച് പറഞ്ഞു തരും. ബ്രോ ഒന്ന് ഇതിനെ കുറിച്ച് ഇതൊക്കെ നമ്മളെ ഈ ടൗൺ ഏരിയകളിലൊന്നും കാണാത്ത സാധനമാണ്. ഇത് ഒരു കാടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കൂട്ടെ കാകളും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. സൂപ്പറാണ്. ഇനി നമ്മുടെ കുഞ്ഞു ബ്രോയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച്? ഒന്ന് ആധികാരികമായിട്ടൊന്ന് പറഞ്ഞേ. ഈ കായ അങ്ങനെ എല്ലായിടത്തും സൂപ്പർ കായ അതല്ലേ. രസമുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ പോവാണ്. നമ്മൾ പോയിട്ട് അവിടെ ഒരു കടയുണ്ട്. അവിടെ പോയിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് എന്താ ഉള്ളതെന്ന് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അപ്പോൾ നമ്മളെ ബ്രോയിനെ കൂട്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ കോട്ടപ്പാറ വരാത്തവർ എല്ലാവരും കോട്ടപ്പാറയൊക്കെ വന്ന് സന്ദർശിക്കുക. നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയി അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. അത് മീനളിയമ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. നമ്മൾ അടുത്ത ദിവസം അതിൻ്റെ ഒരു വ്ലോഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മീനളിയമ്പാറ നല്ലൊരു അടിപൊളി വ്യൂ ഉള്ള സ്ഥലമുണ്ട്. അതിൻ്റെ പേര് മീനളിയമ്പാറ എന്നാണ്. അപ്പോൾ മീനളിയമ്പാറ പോയി കഴിഞ്ഞാൽ ഞാനും ബ്രോയും കൂടി നമ്മുടെ ചേട്ടൻ്റെ മക്കളാണ്. അവരുമായിട്ട് നമ്മൾ പോയി ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ യൂട്യൂബിൽ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കടയുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. നമ്മൾ വെളുപ്പിനെ വന്നാണ് വീട്ടിൽ നിന്ന്. അപ്പം നമുക്ക്
നമുക്കിപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളൊരു അവിടെ ഓംലേറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ ഓംലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ പോയി ഒരു ചായയും ഒരു ഓംലേറ്റൊക്കെ കഴിച്ച് നമുക്ക് ആ വീഡിയോ ഇതിൽ നമ്മൾ ഇത് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ആ കടയുടെ അങ്ങോട്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കട കാണാം കേട്ടോ. ഇവിടെ നോക്കിയാൽ കടകൾ കാണാം. നമ്മുടെ ബ്രോ അവിടെ ഉണ്ട്. ഇവിടെ വലിയ കട എന്ന് പറയാനില്ല, അവർ വീടിൻ്റെ അടുത്ത് തന്നെ കടയാണ്. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് അവിടെ നല്ല അടിപൊളി ചൂട് ഓംലേറ്റൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് ആ ഓംലേറ്റും ഒക്കെ മേടിച്ച് കഴിക്കാം. ബ്രെഡുണ്ട്, ഓംലേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കടയുടെ അങ്ങോട്ട് പോകാം. കടയുടെ അടുത്ത് എത്താറേ കേട്ടോ. കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രോ ഫ്രണ്ട് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ നല്ല വ്യൂ ആട്ടോ കേട്ടോ. അവരുടെ വീടാണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ സ്ഥലത്ത് തന്നെയുള്ള ഒരു കടയാണ്, തട്ടുകട പോലത്തെ കടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കടയിലേക്ക് പോകുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മക്കളാണ് ഈ ഫ്രണ്ടിൽ പോകുന്നത്. അവരുടെ കൂട്ടുകാരൻ്റെ ഒരു കടയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കാം. അടിപൊളിയാണ്. എനിക്ക് ചായ മതി, ലൈറ്റ് ചായ. ഹലോ ഗൈസ്, നമ്മളപ്പോൾ കടയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കട അതേ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കടയാണ് കേട്ടോ. ഇവിടെ വെള്ളം മിനറൽ വാട്ടർ ഉണ്ട്, പിന്നെ പഴംപൊരി ഉണ്ട്, പിന്നെ ബജ്ജി ഉണ്ട് കേട്ടോ. ഭുജിയാണ് സാപ്പിന് ഭുജിയുണ്ട്, പിന്നെ ഒരു ഓംലേറ്റ് ഉണ്ട്. അത് നമ്മുടെ ബ്രോടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ബ്രോടെ ഇരിക്കുകയാണ് അടുത്ത് പുള്ളി. പിന്നെ അതിൻ്റെ അകത്ത് ഓംലേറ്റ് ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കെട്ടി കളക്കി സ്റ്റവും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചൂടാവുന്ന ആവശ്യമുള്ളൂ. ബ്രോയ്ക്ക് അതിൻ്റെ കറങ്ങി തിരിഞ്ഞ് വിശന്ന് രാവിലെ വന്നതുകൊണ്ട് ബ്രോയ്ക്കൊക്കെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ അതേ നമ്മൾ ചായക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായ ഇതേ വന്നു. ചായ നല്ല അടിപൊളി ചായ. ഞാനിപ്പോൾ ഒന്ന് കുടിച്ചു നോക്കിയായിരുന്നു. നല്ല ചായയാണ് കേട്ടോ, സൂപ്പർ ചായയാണ്. പിന്നെ അതേ അവർ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാം ഇതും റെഡിയാക്കി ചട്ടിയൊക്കെ ചൂടാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഓംലേറ്റ് ഇപ്പം തന്നെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഓംലേറ്റ് ഒക്കെ അടിച്ച് ബ്രെഡ് ഇട്ടുള്ള ഓംലേറ്റാണ്, ബ്രെഡ് ഓംലേറ്റാണ്. അങ്ങനെ അവരിപ്പം എണ്ണയൊക്കെ പയ്യെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അടിപൊളിയായിട്ട് ചൂടായിക്കൊണ്ട് ചൂടാവുന്നുണ്ട് കേട്ടോ. ചൂടായി വന്നുകൊണ്ടിരിക്കുന്നത്. എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അതെ, അവർ മുട്ട വിട്ടിട്ടുണ്ട് കേട്ടോ. മുട്ട വിട്ടിട്ടുണ്ട്. മുട്ട ഇനി ഒന്ന് പയ്യെ റോസ്റ്റായി വരുമ്പോഴത്തേക്കും ബ്രെഡ് തിന്നാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം തന്നെ ബ്രെഡും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ ഡബിൾ ആട്ടോ പറഞ്ഞത്, ഡബിൾ പ്ലസാണ് പറഞ്ഞിരിക്കുന്നത്. ഓംലേറ്റ് ബ്രെഡ് ഓംലേറ്റ് ആണ്. ഇനി ബ്രെഡും കൂടി അതിലേക്ക് ഇട്ട് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഗേസ് ബ്രെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 ബ്രെഡാണ് കേട്ടോ ഒരു ഇതിലിടുന്നത്. 2 ബ്രെഡ് ഇട്ടിട്ട് അത് മടക്കുവാണ്. തിരിച്ചും മറിച്ചും മടക്കി റോസ്റ്റ് ചെയ്ത് ഇട്ടിപ്പോവാണ് കേട്ടോ. ഹലോ ഗേസ്, നമ്മൾ ബ്രെഡൊക്കെ മേടിച്ച് ബ്രെഡ് ഓംലേറ്റ് ആയിട്ടാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ 3 കൂടി ചായയൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ചായയൊക്കെ ഇവിടെ കടയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം കഴിക്കുന്നുണ്ട്. കാണിച്ചിട്ടാണ് അടിപൊളി ചൂട് സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ വരിക, ഇത് എൻജോയ് ചെയ്യുക. നല്ല അടിപൊളി സംഭവമാണ്. നല്ല പഞ്ഞു പോലെയാണ്. ഒന്നോടെ എടുത്തോ.
ഇരിക്കാനായിട്ട് ബെഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടി അടുത്ത നല്ല ടേസ്റ്റുള്ളതുകൊണ്ട് ഓർമ്മയോടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത ഒരു ഓംലേറ്റിനോടെ അവർ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രോ നൈസായിട്ടൊന്ന് പയ്യെ വീണായിരുന്നു. വേറെ ഒന്നും പറ്റിയൊന്നുമില്ല. ഹെൽമെറ്റ് പയ്യെ ഒന്ന് പോറി അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഹെൽമെറ്റ് ഗൈസ് ചെറുതായിട്ട് ഹെൽമെറ്റൊക്കെ ഒന്ന് പയ്യെ പോറിയിട്ടേ ഉള്ളൂ. നമ്മുടെ ബ്രോയുടെ ആയിരുന്നു. ബ്രോക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല ബ്രോ, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ചിപ്പ് നന്നായിട്ട് വീഴാം. ബ്രോ സോറി പറഞ്ഞിട്ടുണ്ട്. സംഭവം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ വഴിക്കല്ല, വേറെ ഷോർട്ട് കട്ട് വഴിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നടക്കാനുള്ളൂ റോട്ടിലോട്ട്. മെയിൻ റോട്ടിലോട്ട് കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ കണ്ടോ താഴെ റോഡ് കാണാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ വന്നവരുടെ വണ്ടികളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന നമ്മുടെ ഈ വ്യൂ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുടെ വണ്ടിയെ കാണിക്കുന്നത്. ഇത് ഇല്ലിയാണ്, മുളയാണ്. നല്ല അടിപൊളി രസമാണ് കേട്ടോ. മൊത്തത്തിൽ കാണാൻ അടിപൊളിയാണ്. പിന്നെ ഇതേ വണ്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതേ അടുത്ത വ്യൂ ഒക്കെ ഇവിടെ നിന്ന് കാണാം കേട്ടോ. നല്ല വ്യൂ ആണ്. നമ്മൾ ചായ കുടിച്ച് വയറൊക്കെ നിറഞ്ഞ് നല്ല സെറ്റപ്പായി. എന്നിട്ട് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നല്ലൊരു പട്ടിയെ കാണിച്ചു തരാം കേട്ടോ. ഒരു പട്ടി റോട്ടിലുണ്ട്. നല്ല വൈറ്റും ബ്ലാക്കും ചേർന്ന കോമ്പിനേഷനുള്ള പട്ടി നമ്മുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ റോട്ടി വെച്ച് കണ്ടാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ മലയൊക്കെ പോയി കണ്ടതിന് ശേഷം നമ്മൾ ഓട്ടം നടക്കുവാണ് കേട്ടോ. നമ്മുടെ ബ്രോ അവിടെ നിന്നുണ്ട്. വേറെ വീഡിയോ പുള്ളിക്ക് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ആ ചാനൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തേക്കാം. പുള്ളിക്ക് ഒരു ചാനലൊക്കെ ഉണ്ട്. കുഞ്ഞീസ് വ്ളോഗ് എന്നാണ് പുള്ളിയുടെ വ്ളോഗിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നടക്കാം. അപ്പോൾ കണ്ടോ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഇവിടെ കശുമാവും തോട്ടമൊക്കെ ഉണ്ട്. കശുമാവാണ് നിൽക്കുന്നത് കേട്ടോ. കശുമാവ് നമ്മുടെ കാഷ്യൂ നട്ടൊക്കെ ഉണ്ടാക്കുന്ന കശുമാവാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ബ്രോയും നമ്മളെല്ലാം കൂടി അങ്ങ് പോവാണ്. ഈ വഴി ഇങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് കാണുന്നത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെല്ലാം കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. സ്കൂട്ടർ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഇന്ന് വന്നതിലൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ മഞ്ഞ് കുറവായിരുന്നു. അത് മാത്രമാണ് ഇന്നത്തെ ഒരു ഇത് എടുത്ത് പറയാവുന്ന ഇതേ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ മഞ്ഞുള്ള ഒരു അടുത്ത ദിവസം നമ്മൾ വേറെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ബ്രോകളൊക്കെ ക്ഷീണിച്ചു കേട്ടോ. എല്ലാ ബ്രോയും ക്ഷീണിച്ചു. പിന്നെ ഓംലെറ്റിന് ചായ കുടിച്ചുകൊണ്ട് ബ്രോകൾ ഇങ്ങനെ നടക്കുവാണ്. ഇനി ഇതാ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബൈക്ക് ഇരിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തും. പിന്നെ നമ്മുടെ ബ്രോയ്ക്ക് ഒരു ചാനലുണ്ട് കേട്ടോ. കുഞ്ഞീസ് വ്ളോഗ് എന്നാണ് വ്ളോഗിൻ്റെ പേര്. എല്ലാവരും ചാനലിൽ കയറി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കണം. ബ്രോയ്ക്ക് നാണം വരുന്നുണ്ട്. ഹലോ ഗേസ്, ഇതിലാണ് കേട്ടോ എല്ലാവരും ഇറങ്ങി വന്നത്. ഇത് കണ്ടതിന് ശേഷം ഇതിലാണ് എല്ലാവരും നടന്നിറങ്ങി വരുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ എടുത്തുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങിപ്പോകണം. നല്ല കുത്തിറക്കാണ് കേട്ടോ. എല്ലാവരും വരുന്നവർ നോക്കി കണ്ട് കാണാൻ ഭയങ്കര കുത്തുവളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവരും നോക്കിയും കണ്ടൊക്കെ വരണം. കുത്തുവളവും നല്ല ഇറക്കമൊക്കെയാണ്. അപ്പോൾ പിന്നെ കട്ടറുണ്ട്. ഒരു ടാറിയാത്ത വഴിയാണ്. ടാറിന് ശരിയായിരിക്കും. ഒത്തിരി ജനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളതിനകത്ത് ഒരു 100-100ഓളം ആൾക്കാരുണ്ടായിരുന്നു. നല്ല വളവാണ്. വളവാണ്. പിന്നെ ശരിക്കും സെക്കൻഡ് ഗിയറിലൊക്കെ വേണം ബൈക്കിന് തന്നെ
എന്താണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. പക്ഷേ നമുക്ക് ഒരു 3 കിലോമീറ്ററോളമാണ് നമ്മുടെ അങ്ങോട്ടുള്ളൂ. പക്ഷേ സ്ഥലം അടിപൊളിയാണ്. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ നമുക്ക്